ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ആ ഒരു സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി അങ്ങനെ നിൽക്കുകയാണ്. അരികിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെയും പരമേശ്വരന്റെയും മുഖത്ത് പുഞ്ചിരി തന്നെയാണ്. പക്ഷേ ഈ കാഴ്ച കണ്ട് രണ്ട് മുഖങ്ങൾ ഒരുപോലെ കറുത്തു. ഒന്ന് വൈദേഹിയുടെയും ഒന്നും അതിൻ്റെ ഇടയിലൂടെ മേഘയുടെ വീട്ടിലേക്ക് കണ്ണു നട്ടിരുന്നിരുന്ന സുമതിയുടെയും. ഇതിപ്പോ എന്തിനാ ഇങ്ങനെ വളവെടുപ്പൊക്കെ? ഇതൊന്നും വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നല്ലോ. ദേഷ്യം വന്ന് പരിസരം ശ്രദ്ധിക്കാതെ വൈദേഹി ഉറക്കെ വിളിച്ചു കൂവി. മേഘയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ മുഖം വല്ലാതെയായി. മതിലിനടിയിലൂടെ ഒളിച്ചു നോക്കിക്കൊണ്ടിരുന്ന സുമതിക്കാണെങ്കിൽ കാഴ്ചകൾ കാണാനേ കഴിയുന്നുള്ളൂ. അവർ തമ്മിൽ പറയുന്ന എന്താണെന്നും കേൾക്കാനും മനസ്സിലാക്കാനും പറ്റുന്നില്ല. അവരും ആകെ പകച്ചു നിൽക്കുകയാണ്. ഏതോ ഒരു പെണ്ണ് കൈകളിൽ വളയിട്ട് കൊടുക്കുന്ന വിദൂര ദൃശ്യം അവർ കണ്ടതാണ്. കുറച്ചുകൂടി അടുത്ത് നിന്നാലേ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ മതിലിൽ കുറച്ച് ചെടികൾ പടർന്നു കിടക്കുന്ന കാരണം അങ്ങോട്ട് നീങ്ങാനും പറ്റുന്നില്ല. ആരായാലും മേഘയ്ക്ക് വളയിട്ട് കൊടുക്കുന്ന എന്തിനാണ്? ഇനിയിപ്പോൾ അവൾക്ക് വല്ല കല്യാണവും ശരിയായോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഇനി ശരിയായെങ്കിൽ തന്നെ ഇങ്ങനെ വന്ന് വളയിട്ട് കൊടുക്കാൻ മാത്രമുള്ള ബന്ധമൊന്നും ബസ് ഡ്രൈവറായ സുധാകരന്റെ മോൾ മേഘയ്ക്ക് കിട്ടാനും പോകുന്നില്ല. വന്നവരെന്നാലും ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുമല്ലോ. അപ്പോൾ ആൾക്കാരെ ശരിക്കും നോക്കാമെന്ന് കരുതി സുമതി തക്കം പാർത്ത് നിന്നു. പരമേശ്വരന് വൈദേഹിയുടെ പ്രവൃത്തി കണ്ട ആകെ ദേഷ്യം തോന്നി. ഇവളെന്തിനാ വെറുതെ കിടന്ന് ഒച്ചെടുക്കുന്നത്? മേഘയുടെ അമ്മയും അച്ഛനും എന്ത് കരുതും? വൈദേഹി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സത്യത്തിൽ ഇങ്ങനെ വളയിട്ട് കൊടുക്കുന്ന കാര്യം ഞങ്ങളോട് പോലും പറഞ്ഞിരുന്നില്ല. അവൾക്ക് അവളുടെ ഭാവി മരുമകളോട് ഇഷ്ടം തോന്നി, അത് അവൾ അങ്ങനെ പ്രകടിപ്പിച്ചു. അതിന് നിനക്കെന്താ? പരമേശ്വരന്റെ ആ ചോദ്യം വൈദേഹി വല്ലാതെ നാണം കെടുത്തിക്കളഞ്ഞു. ഇതുവരെയും പരമേശ്വര മാമ രൂക്ഷമായി തന്നോട് സംസാരിച്ചിട്ടില്ല. പരമേശ്വര മാമ മാത്രമല്ല, തറവാട്ടിലുള്ള ആരും. ഞാൻ കൊണ്ടുവന്ന ബന്ധമല്ലേ, അപ്പൊ തന്നിഷ്ടം കാണിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയായിരുന്നു. സിദ്ധാർത്ഥിനെ ഒന്ന് തർപ്പിച്ചു നോക്കി വൈദേഹി രേണുകയുടെ ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ അവൾ ആരെയും നോക്കാത്ത തന്റെ കാർമെടുത്ത് പുറത്തേക്ക് ചീറിപ്പാഞ്ഞു പോയി. വല്ലവരുടെയും വീട്ടിൽ വെച്ചായി പോയി, അല്ലെങ്കിൽ അവൾക്ക് ഇപ്പോൾ കാണിച്ചതിനൊക്കെ തക്ക മറുപടി കൊടുത്തേനെന്ന് സിദ്ധാർത്ഥ് ഓർത്തു. ആ പാവ അച്ഛൻ്റെയും അമ്മയുടെയും മേഘയുടെയും മുഖം കണ്ടപ്പോൾ വല്ലാത്ത വിഷമം സിദ്ധാർത്ഥിനും തോന്നി. അവള് പണ്ടേ കുറച്ച് ദേഷ്യക്കാരിയാ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, എല്ലാവരും കൂടെ വല്ലാതെ പുന്നാരിച്ചു പോയി. അതിൻ്റെ ഒരു കൊഞ്ചലും വാശിയൊക്കെ ഉണ്ട്. അവളാണല്ലോ ഇവിടുത്തെ കുട്ടിയുടെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ചെയ്തപ്പോൾ അവൾ അറിയിച്ചില്ലല്ലോ എന്ന് ഓർത്ത് വിഷമായി കാണും. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. പരമേശ്വരൻ ക്ഷമാപണം പോലെ പറഞ്ഞപ്പോൾ സുധാകരനും ഗീത ഒന്നും സാരില്ലെന്നൊക്കെ പറഞ്ഞ ആളെ തിരിച്ച് ആശ്വസിപ്പിച്ചു. ഒളിച്ചു നിന്നിരുന്ന സുമതി വൈദേഹി കാറിൽ പോകുന്ന കണ്ടിരുന്നു. ആള് മനസ്സിലാവുകയും ചെയ്തു. ഈ കുട്ടി എന്താ ഇവിടെ എന്നവർ ഓർക്കുകയും ചെയ്തു. ഒന്നുകൂടി റോഡിലേക്ക് കയറിയിരുന്നപ്പോൾ കണ്ടു സിദ്ധാർത്ഥിനും അച്ഛനും അമ്മയും കാറിൽ കയറുന്നു. വന്നവരാരാണെന്ന് സുമതിക്ക് മനസ്സിലായി. ഒപ്പം അമ്പരപ്പം തോന്നി. ഇവരെന്താ ഇവിടെ? ആ രേണുക എന്തിനായിരിക്കും വളയിട്ട് കൊടുത്ത്? ഇനി കേക്ക് വല്ല ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇഷ്ടമായിട്ടെങ്ങാനും വളയിട്ട് കൊടുത്തായിരിക്കുമോ? വലിയ പണക്കാരല്ലേ, ഇഷ്ടപ്പെട്ട എന്തോ അങ്ങോട്ട് കൊടുക്കാലോ. അല്ലാതെ അങ്ങനെ വള കൊടുക്കാൻ മാത്രമുള്ള കാരണമൊന്നും എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. സുമതി അന്തം വിട്ട് നിന്നു. സിദ്ധാർത്ഥ രേണുകയും പരമേശ്വരനും ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്രയായി. വൈദേഹിയുടെ പ്രവൃത്തി അപ്പോഴും രണ്ടു കൂട്ടരുടെയും മനസ്സിൽ ചെറിയൊരു കല്ലുകടിയായി കിടപ്പുണ്ടായിരുന്നു. രേണുകയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം വെറുതെ റോഡരികിൽ പുല്ല് പറിക്കുന്ന പോലെ സുമതി നിന്നു. കാറ് പോകുന്ന നോക്കി നിന്നിരുന്ന ഗീത സുമതിയെ കാണുകയും ചെയ്തു. കാര്യമറിയാനാണ് ഈ നിൽപ്പെന്ന് ഗീതക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഓ, കല്യാണം അടുക്കാനായി, എന്തോരം പുല്ല ഇവിടേക്ക്. ഗീത തന്റെ നേരെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ താൻ പുല്ല് പറിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ നിന്നെന്ന് അറിയിക്കാൻ വേണ്ടി സുമതി അവർക്ക് വിളിച്ചു പറഞ്ഞു. ശരിയാ സുമതി, നല്ലോണം പുല്ലുണ്ട്, ഇവിടെ എല്ലാം പറിച്ച് വൃത്തിയാക്കിയിടണം. ഞങ്ങളുടെ വീട്ടിലും കല്യാണം അടുക്കാനായേ. കല്യാണത്തിന്റെ ഒരു കാര്യവും തീരുമാനമായിട്ടില്ലെങ്കിലും സുമതിയെ കാര്യം അറിയിക്കാൻ വേണ്ടി ഗീത അങ്ങനെ നുണ പറഞ്ഞു. ഗീത വിചാരിച്ച പോലെ തന്നെ സുമതിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ആരുടെ കല്യാണം ചേച്ചി? നീ എന്താ സുമതി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇവിടെ ഇപ്പം ആരാ കല്യാണം കഴിക്കാനുള്ളത്? നമ്മുടെ മേഘമോളുടെ. കല്യാണം കഴിക്കാൻ പോകുന്ന ആരാന്നറിയോ? 7-ലത്തെ കൊച്ചുമോൻ സിദ്ധാർത്ഥ. ഗീത പറഞ്ഞു കേട്ട് തന്റെ തലക്കൊരു അടിയിട്ടിയ പോലെ സുമതിക്ക് തോന്നി. അവർ വായ തുറന്നു പിടിച്ച് നിന്നു. വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കാൻ പോലും തനിക്ക് മടി തോന്നിയ കാര്യമാണ് ഇപ്പോൾ ഗീത പറഞ്ഞിരിക്കുന്നത്. എന്തോന്നാടി സുമതി ഇത്? ആ വായൊന്ന് അടച്ചു വെക്ക്. സുമതിയുടെ അമ്പരന്നുള്ള നിൽപ്പും ഭാവം കണ്ടപ്പോൾ ഉള്ളിൽ ചിരി വന്നെങ്കിലും ഗീത പുറത്തേക്ക് കാണിക്കാൻ നിന്നു. ചേച്ചി എന്താ ഈ പറയുന്നത്? ആ ചെക്കൻ്റെ കല്യാണം അതിന് അമ്മായിയുടെ മോളായിട്ട് പണ്ടേ പറഞ്ഞു വെച്ചല്ലേ, പിന്നെ എങ്ങനെ നിങ്ങളുടെ മോളുടെ അടുത്തേക്ക് അവൻ വന്നു? സുമതിക്ക് അത് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഉള്ളത് തന്നെയായിരുന്നു. പക്ഷെ ജാതകത്തിൽ എന്തോ ചേർച്ചക്കുറവെന്ന് മേഘമോളെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം ആലോചിച്ച് ഇങ്ങോട്ടേക്കാണ് വന്നത് അവര്. അവനവളെ വല്ലാതെ ഇഷ്ടപ്പെട്ട് കാരണം 5-6 പവന്റെ 2 വളകളാ മേഘക്കാ ചേച്ചി ഇട്ടിട്ട് പോയത്. എന്നാൽ ഇതെങ്ങനെ? ഗീത പറഞ്ഞ് വിശ്വസിക്കാനാവാതെ സുമതി തലയുടഞ്ഞു. നല്ല കാലം വരുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും സുമതി. എൻ്റെ മോളെ കൊല്ലങ്ങളോളം ശനി ബാധിച്ചിരിക്കുകയായിരുന്നു. ആ ശനി 2 ആഴ്ച മുമ്പ് തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയി. അപ്പോൾ ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് നല്ലവരും സംഭവിക്കുന്നു. ശരി, എന്നാ ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അടുപ്പിക്കാറുണ്ട്. ഇനി അങ്ങോട്ട് തിരക്കായിരിക്കും. ആ ശനി എന്ന് പറഞ്ഞാൽ തൻ്റെ മോനെ ഉദ്ദേശിച്ചാണ് സുമതിക്ക് മനസ്സിലായി. അഹങ്കാരികൾ ഒരു കാലത്തും കുണം പിടിക്കാൻ പോകുന്നില്ല. സ്വന്തം ആങ്ങൾക്കും കുടുംബത്തിന് വന്ന നല്ല കാര്യത്തിൽ ഉൾക്കൊള്ളാനാവാതെ സുമതി ആ വീടിനെ നോക്കി നന്നായിട്ടൊന്ന് പ്രാഗിക്കൊണ്ട് തൻ്റെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി.
പണ്ടാരങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഒരുത്തൻ തലയിന്ന് പോകാൻ കാത്തുക്കുമായിരുന്നു, അടുത്തവനെ പിടിച്ച് തലയിൽ കയറ്റാൻ. നാണില്ലാത്ത ജന്മങ്ങൾ. പിറ്റേന്ന് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു അസൈൻമെന്റ് തിരക്കിട്ട് എഴുതുകയായിരുന്നു ജിനി. കുറെ നേരമായി അമ്മയുടെ പ്രാക്കും ചീത്തവിളിയും കേൾക്കുന്നു. കാലത്തു മുതൽ ശ്രദ്ധിക്കുന്നതാണ് പുറത്തു കിടന്ന് ചുറ്റിത്തിരിയുന്നത്. ചീത്തവിളി നിർത്താൻ ഭാവമില്ലെന്ന് കണ്ടപ്പോൾ ആൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സുമതിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയ്ക്ക് എന്താണ് അമ്മേ, കുറെ നേരം തുടങ്ങിയിട്ട് ആരെയാണ് ഈ പ്രായി കൂട്ടുന്നത്? എടി മോളെ, നീ അറിഞ്ഞോ? അല്ലെങ്കിൽ ഞാനിതാരോടെ ചോദിക്കുന്നത്? നീ അറിഞ്ഞിട്ടുണ്ടാവും, നീ പണ്ടേ അവരുടെ ആളല്ലേ. എന്തറിഞ്ഞോന്ന്? തലയും വാല എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് തന്നെ മനസ്സിലാവനാ. ആ മേഘയുടെ കല്യാണം ശരിയായെന്ന് അതിശയോക്തി കലർന്ന സ്വരത്തിൽ സുമതി പറയുമ്പോൾ സന്തോഷം കൊണ്ട് ആദ്യം മനസ്സൊന്ന് തുള്ളിച്ചാടെങ്കിലും അടുത്ത നിമിഷം തന്നെ ജിനിക്ക് സങ്കടവും തോന്നി. ഒരുപാട് ആഗ്രഹിച്ചാണ് മേഘേച്ചി ജീവേട്ടന്റെ ഭാര്യയായി തന്റെ ഏടത്തിയമ്മയായി ഇങ്ങോട്ടേക്ക് വരുന്നത്. സാരമില്ല, അല്ലെങ്കിലും ജീവേട്ടൻ മേഘേച്ചി അർഹിക്കുന്നില്ല. ആണോ അമ്മേ? ആരുടെ കല്യാണം? അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവളുടെ ചോദ്യം കേട്ടപ്പോൾ ജിനി നേരത്തെ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് സുമതിക്ക് മനസ്സിലായി. അവിടെ തള്ളെന്നെ പറഞ്ഞതാ, ആ 7-ലത്തെ കൊച്ചുമോനാണത്രേ ചെക്കൻ. എങ്ങനെ വളച്ചെടുത്തോ എന്തോ. നമ്മുടെ ജീവൻ അവിടെ തലയിന്ന് ഒഴിഞ്ഞു വരാൻ കാത്തിരിക്കായിരുന്നടി. അല്ല, ഇത്ര പെട്ടെന്ന് ഉണ്ടാവോ ഒരു കല്യാണം കാണാൻ വരലൊക്കെ? നോക്കിക്കോടി, ഒറ്റ എണ്ണം ഗുണം പിടിക്കില്ല, ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. തലയിൽ കൈവച്ച് സുമതി പ്രാകുമ്പോൾ തങ്ങളുടെ വീടൊന്ന് കുലുങ്ങുന്ന പോലെ ജിനിക്ക് തോന്നി. ഉഫ്, ഒന്ന് നിർത്ത്, എന്തൊരു നാക്ക. അമ്മയും മോനും കൂടെ ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ആ പാവങ്ങൾ പ്രാകുന്നോ? അമ്മയും പുന്നാരമോനും കൂടി പ്ലാൻ ചെയ്തിട്ട് തന്നെയല്ലേ മേഘേച്ചയായിട്ടുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്? പിന്നെന്തിനാ ഇപ്പൊ എടുക്കുന്നൊരു ഷോ? നിങ്ങൾക്ക് മാത്രം കല്യാണം നല്ല ജീവിതമൊക്കെ മതിയെന്നാണോ? ബാക്കിയുള്ളവർക്ക് അതൊക്കെ വേണ്ടേ? പാവം മേഘേച്ചി, അതിങ്ങനെ പറഞ്ഞ് പറ്റിച്ചും പോരാ. ജിനിയുടെ പ്രസംഗം കൂടെ കേട്ടപ്പോൾ സുമതിയുടെ ദേഷ്യം ഒന്നുകൂടെ കൂടി. അമ്മ പറയുന്നെല്ലാം കേട്ട് മുറിയിൽ ഞെട്ടിക്കിടക്കായിരുന്നു ജീവൻ. ഇത്ര പെട്ടെന്ന് മേഘ വേറൊരു ബന്ധത്തിലേക്ക് പോകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇപ്പോഴും തന്നെ ഓർത്ത് വിഷമിച്ച് ജീവിക്കായിരുന്നെന്നായിരുന്നു അവന്റെ വിചാരം. ആദ്യം ഒരു പകപ്പാണ് തോന്നിയതെങ്കിലും പിന്നീട് അവന് മേഘയോട് വല്ലാത്ത ദേഷ്യം തോന്നി. വൃത്തിയേട്ടവള്. അമ്മ പറഞ്ഞ എത്ര ശരിയാ. താൻ ഒഴിഞ്ഞു പോകാൻ കാത്തിരിക്കായിരുന്നു അവള്. അതും പിടിച്ചപ്പോ പുളിങ്ങൊമ്പി കയറി തന്നെ പിടിച്ചിരിക്കുന്നു. അലവലാതി. അവൻ സിദ്ധാർത്ഥിന്റെ മുഖം ഓർമ്മയിൽ പരതി. എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ട്. സുന്ദരനാണ്. നാട്ടിലെ തന്നെ ഏറ്റവും സമ്പന്നരാണ് 7-ലത്തുകാർ. തന്നെക്കാളും സൗന്ദര്യവും പണമുള്ളതിനെ മേഘക്ക് വരനായി കിട്ടുന്നത് ജീവന് സഹിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. അമ്മയുടെയും മകളുടെയും സംസാരം മുറുകുന്ന കേട്ടപ്പോൾ ജീവൻ മേഘയോടുള്ള പകയും വെച്ച് പുറത്തേക്ക് എഴുന്നേറ്റ് വന്നു. അവളുടെ ഒരു മേഘേച്ചി എന്തുണ്ടടി നീ പറയുന്ന മേഘേച്ചിയുടെ കയ്യില്? അവളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ജീവന്റെ പെണ്ണായിട്ട് ഇവിടെ ഇരുന്നേനെ. ഇപ്പോഴും പണത്തിന്റെ തട്ടിൽ ബന്ധങ്ങൾ അളക്കുന്ന അമ്മയും മകനെയും ഓർത്ത് ജനിക്ക് വല്ലാത്ത പുച്ഛം തോന്നി. നന്നായി പോയി നിങ്ങൾ ഈ പറയുന്ന മേഘേച്ചിയുടെ അടുത്ത് ഇല്ലാതിരുന്ന്. അല്ലെങ്കിൽ അത് ഇവിടെ കിടന്ന് ഇറങ്ങിച്ചേനെ. നിങ്ങൾക്ക് എന്തൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പുച്ഛം നിറഞ്ഞ മിഴികളോടെ ജിനി അമ്മയെയും ജീവനെയും നോക്കി. നിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആ വഞ്ചിക്ക് വേണ്ടി ന്യായം പറയാൻ നിൽക്കാതെ പോയി 2 അക്ഷരം പഠിക്കാൻ നോക്കി. ജീവൻ ജിനി അവിടുന്ന് ഓടിച്ചു വിട്ടു. എന്നാലും മക്കളെ, അവർ ഈ പണി ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴാ അമ്മക്ക് സങ്കടം വരുന്നത്. ഇവറ്റകളുടെയൊക്കെ മനസ്സിലിപ്പോൾ അപ്പം എന്തായിരിക്കും? ഒന്ന് കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ അടുത്തതിനെ തേടി പോവാ. വല്ലാത്ത ജാതി ജന്തുക്കൾ തന്നെ. നന്നായേ ഉള്ളൂ നീ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാതിരുന്ന്. ഉള്ളിൽ അസൂയ നുരഞ്ഞു പൊന്നുന്നുണ്ടെങ്കിലും സുമതി ജീവനോട് ഓരോന്ന് പദം പറഞ്ഞുകൊണ്ടിരുന്നു. ജീവന്റെ ഉള്ളും അന്നേരം വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ടായിരുന്നു. കറുത്തവാവ് എടുക്കാനായിരിക്കുന്നു. സമക്ഷകൃത്തത്തിലെ കറുത്തവാവാണ് ബലിരൂപിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിനം. നരബലി കൊടുത്ത് ബലിരൂപിയെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. പുണ്യബലിക്ക് മുമ്പായി അത് നടത്തണം. ഇതുവരെ അതിനെ പറ്റിയ ആളെ കണ്ടുകിട്ടിയിട്ടില്ല. പലരെയും നോക്കിയെങ്കിലും ലക്ഷണങ്ങളൊന്നും ഒത്തുവന്നിട്ടില്ല. വൈദേഹിയും ഭൈരവനും ആകെ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുകയാണ്. അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. രാവിലെ തന്നെ തറവാട്ടമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണത്തിന് തറവാട്ടമ്മയടക്കം എല്ലാവരും പോയി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബലിരൂപി പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഭൈരവൻ. അതിനുള്ള കറുത്ത തുണികളും മറ്റും ഒരുക്കിയായിരുന്നു വൈദേഹി. പുറത്തുനിന്ന് ആരോ വിളിക്കുന്ന കേട്ടപ്പോൾ ആൾ പുറത്തേക്ക് വന്നു. ഇവിടെ ഒന്നും വേണ്ട, എല്ലാം എടുത്തോണ്ട് പോയേ. പുറത്ത് സെയിലിനായി വന്ന ഒരു സ്ത്രീയെ കണ്ടതും വൈദേഹി ഉറക്കെ അലറി. നട്ടുച്ച നേരമാണ്. കയ്യിലുള്ള സാധനങ്ങളൊന്നും വിറ്റുപോയിട്ടില്ല. പോരാത്തിന് വല്ലാത്ത ദാഹവും വിശപ്പും. ഇനി കയറുന്ന വീട്ടിലെങ്കിലും അവിടുത്തെ വീട്ടുകാരുടെ എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിപ്പിക്കണമെന്ന് കരുതി വന്ന ആ സ്ത്രീയാകെ നിരാശയായി. സാധാരണ ആളുകളൊന്നും വേണ്ടെന്ന് പറയാറുണ്ടെങ്കിലും ഇങ്ങനെ ആട്ടിവിടുന്ന പോലെ പറയുന്ന ആദ്യമായിട്ടാണ്. സാധനങ്ങളൊന്നും വാങ്ങിയില്ലേലും കുറച്ച് വെള്ളം തരാവോ? ആ ഒരു അതീവ ക്ഷീണത്തോടെ ചോദിച്ചപ്പോൾ വൈദേഹിയുടെ ദേഷ്യം ഇരട്ടിക്കുകയാണ് ചെയ്ത്. ഇവിടെ കണ്ണിക്കണ്ട പിച്ചക്കാരികൾ കൊടുക്കാൻ വെള്ളമൊന്നുമില്ല, ഇറങ്ങി പോവണേ. ആ സ്ത്രീക്ക് പെട്ടെന്ന് കണ്ണീര് വന്നു പോയി. ജീവിക്കാൻ വഴിയില്ലാതെയാണ് ഓരോ ജോലിക്ക് പോകുന്നത്. ഇതെന്താ മോശം ജോലിയാണ്. അവർ പിന്നെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞടന്നു. അവർ നോക്കി എന്തോ ചീത്തയും പറഞ്ഞ അകത്തേക്ക് കയറുന്ന നേരമാണ് വൈദേഹിയുടെ തലയിൽ എന്തോ ഒന്ന് ഉദിച്ചത്. പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. അവൾ വേഗം തിരിഞ്ഞ് ആ സ്ത്രീയുടെ അടുത്തേക്ക് ഓടി. ഡീ ഒന്നിന്നേ. പുറകിൽ നിന്നൊരു വിളി കേട്ടപ്പോൾ ആ സ്ത്രീ കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നോക്കി. നോക്കുമ്പോൾ നേരത്തെ ആ വീട്ടിൽ കണ്ട പെൺകുട്ടിയാണ്. തന്റെ പകുതി പ്രായം പോലും ഇല്ലാത്ത ആ പെൺകുട്ടി എടി എന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ ആ സ്ത്രീക്ക് ദേഷ്യം വന്നു. തിരിഞ്ഞു നോക്കാതെ പോവാനാണ് അവർക്ക് തോന്നിയത്. പക്ഷെ അവർ തിരിഞ്ഞടന്നപ്പോഴേക്കും വൈദേഹി ഓടി അവരുടെ പിറകിലേക്ക് വന്നെത്തി. എടി നിന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞേ? വൈദേഹി ആ സ്ത്രീയുടെ തോളിൽ പിടിച്ചുലച്ചു. എന്തോന്നാ കുട്ടി കാണിക്കുന്നത്? വിട്ടേ. തന്റെ ദേഹത്തോട്ട് ഇഷ്ടപ്പെടാതെ ആ സ്ത്രീ ചീറി.
വൈദേഹിക്ക് കണ്ടപ്പോൾ അവളുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കാൻ തോന്നിയെങ്കിലും അമിതമായി താൻ പ്രതികരിച്ചാൽ ഇവൾ തന്റെ കൂടെ വീട്ടിലേക്ക് കയറി വരില്ല, തന്റെ ഉദ്ദേശവും നടക്കില്ലെന്നുള്ളതുകൊണ്ട് വൈദേഹി മിണ്ടാ നിന്നു. എടി നീ എന്നോട് ക്ഷമിക്കേ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതിനിടയിൽ വന്ന് വിളിച്ചപ്പോഴാ എനിക്ക് ദേഷ്യം വന്ന്. എനിക്ക് ആ വെള്ളം തരാം വാ. വൈദേഹി അവൾ വിളിച്ചപ്പോൾ ആ സ്ത്രീ ഇല്ലെന്ന് തലയാട്ടി. അയ്യോ ഞാൻ അറിയാതെ ചെയ്തു പോയതാടി, വേണമെങ്കിൽ നിന്റെ കാല് ഞാൻ പിടിക്കാം, ആദ്യം വാ വെള്ളം തരാം. അത് പറയുക മാത്രമല്ല വൈദേഹി ആ സ്ത്രീയുടെ കാൽക്കിലേക്ക് കുനിയുകയും ചെയ്തു. അത് കണ്ടപ്പോൾ അവരാകെ വല്ലാതായി. അയ്യോ കൊച്ചേ എന്താ ഈ കാണിക്കുന്നത്, ഞാനങ്ങ് പോയിക്കോളാം, എനിക്ക് വിഷമമൊന്നുമില്ല. അത്രയും നേരം വൈദേഹിയുടെ തോന്നിയ ദേഷ്യമൊക്കെ ആ സ്ത്രീയിൽ നിന്ന് എവിടെയോ പോയി മറിഞ്ഞിരുന്നു. പാവം കുട്ടി, മനുഷ്യന്മാർ പലതരമല്ലേ. അയ്യോ നീ ഇങ്ങനെ പോയാൽ എനിക്ക് സങ്കടാവും, നീ ഇങ്ങോട്ട് വാ. പിന്നെയും വൈദേഹി നിർബന്ധിച്ചപ്പോൾ എങ്ങനെ നിരസിക്കുമെന്നോർത്ത് ആ സ്ത്രീ അവിടെ പിന്നാലെ വീട്ടിലേക്ക് നടന്ന് പുറത്തെ സ്റ്റെപ്പിലേക്ക് ഇരുന്നു. അവൾ ആ സ്റ്റെപ്പിലിരിക്കുന്നപ്പോൾ വൈദേഹി ചുറ്റും നോക്കി. പരിസരത്തെങ്ങും വീടുകളില്ല. റോഡിൽ നിന്ന് പെട്ടെന്ന് കാഴ്ച ഇങ്ങോട്ടേക്ക് എത്തില്ല. എന്നാലും കഷ്ടകാലത്തിന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നാലോ. അയ്യോ നീ ഇവിടെ ഇരിക്കുകയാണോ, നല്ല ചൂട്, അകത്തേക്ക് കയറാം വാ. വൈദേഹി ആ സ്ത്രീ അകത്തേക്ക് ക്ഷണിച്ചപ്പോൾ അവരാകെ വല്ലാതെയായി. വലിയ കൊട്ടാരം പോലെയുള്ള വീട്, അതിന്റെ ഉള്ളിലേക്ക് തന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞാൽ വാടി കയറ്. ആർക്കെന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പേ വൈദേഹി ആ സ്ത്രീയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു. പൂജാമുറിയിൽ കണ്ണുകളടച്ച് ധ്യാനിച്ചിരുന്ന ഭൈരവൻ പെട്ടെന്ന് തന്റെ കണ്ണുകൾ തുറന്നു. അയാളിലും ഒരു ക്രൂരമായി ചിരിവിടർന്നു. ആഗതയായിരിക്കുന്നു. ബലിരൂപിയുടെ പ്രതിമ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ഭൈരവൻ വീണ്ടും കണ്ണുകളടച്ച് ധ്യാനത്തിലിരുന്നു. വന്ന സ്ത്രീയുടെ ഡൈനിങ് ടേബിളിന്റെ അടുത്തുള്ള ഒരു കസേരയിലെത്തി വൈദേഹി വെള്ളം പിടിക്കാനായി അടുക്കളയിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ ഒരു പ്ലേറ്റിൽ നിറയെ ചോറും മറുകയിൽ കറികളും ഉണ്ടായിരുന്നു. അതൊക്കെ സ്ത്രീയുടെ മുന്നിലേക്ക് നിരത്തിവെച്ച് പിന്നെ ഈ അടുക്കളയിൽ പോയി ബാക്കി കുറച്ച് കറികളും വെള്ളവും എടുത്തുകൊണ്ട് വന്നു. ആ സ്ത്രീയാണെങ്കിൽ ആകെ അമ്പരന്നിരിക്കുകയാണ്. അയ്യോ ഇതൊക്കെ എനിക്കാണോ, വേണ്ടായിരുന്നു, എനിക്ക് ഗ്ലാസ് വെള്ളം മാത്രം മതി, ഞാൻ പോവാ. അത്രയും വലിയ സ്ഥലത്തും ഭക്ഷണം കഴിക്കാൻ അവർക്ക് നല്ല മടിയുണ്ടായിരുന്നു. നിനക്ക് നല്ല വിശപ്പുണ്ട്, നിന്നെ പോകേണ്ട തന്നെ അറിയാം, അവിടെ മിണ്ടായിരുന്നത് മുഴുവൻ കഴിച്ച്. അധികാരഭാവത്തിൽ പറഞ്ഞുകൊണ്ട് വൈദേഹി അവിടെ ഇരുത്തി വയറുനിറയെ ഭക്ഷണം കഴിപ്പിച്ചു. ആർക്കും വല്ലാത്ത സംതൃപ്തി തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. എടി കൈ കഴി നീ ഇവിടെ തന്നെ വന്നിരിക്കണേ, ഒരു മധുരം കൂടെ ഉണ്ട്. ആ സ്ത്രീ സന്തോഷം കൊണ്ട് തലയാട്ടി. അവൾ പറഞ്ഞ പോലെ കൈകളൊക്കെ കഴുകി അവിടെ തന്നെ വന്നിരിക്കുകയും ചെയ്തു. കുറെ നേരമായിട്ട് ആരെയും കാണുന്നില്ല. ഇടയ്ക്ക് പിന്നിൽ ഒരു കാൽപെരുമാറ്റം പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ വൈദേഹി പിന്നിൽ കൈകെട്ടിക്കൊണ്ട് ചിരിച്ചു നിൽക്കുന്നു. ഒരു വല്ലാത്ത ചിരി. ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നിയെങ്കിലും ആ സ്ത്രീ അവളോട് തിരികെ ചിരിച്ചു. മധുരത്തിന് കാത്തിരിക്കുകയാണോ നീ, തരാട്ടോ, ഇപ്പൊ തന്നെ മധുരം തരാം. അവളുടെ ഭാവം നിൽപ്പൊക്കെ കണ്ടപ്പോൾ ആ സ്ത്രീക്ക് എന്തെന്നില്ലാത്ത ഭയം തോന്നി. പെട്ടെന്നായിരുന്നു വൈദേഹിയുടെ പ്രവൃത്തികൾ. പിന്നിൽ നിന്ന് അവൾ വലിയൊരു തടിക്കഷ്ണം പുറത്തേക്ക് എടുത്തു. തന്നെ ആക്രമിക്കാൻ പോവുകയാണെന്ന് ആ സ്ത്രീക്ക് പെട്ടെന്ന് മനസ്സിലായെങ്കിലും അവർക്ക് എഴുന്നേറ്റ് മാറാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനുമുമ്പ് തന്നെ വൈദേഹി അവരുടെ തലയുടെ നേർക്ക് ആ തടിക്കഷ്ണം കൊണ്ട് വീശിയിരുന്നു. ഒരാർത്തനാദത്തോടെ അവർ നിലത്തേക്ക് വീഴുകയും ചെയ്തു. ഒരു ഉന്മാദമായ പൊട്ടിച്ചിരിയോടെ വൈദേഹി നിലത്ത് വീണെടുക്കുന്ന ആ സ്ത്രീയുടെ കാലുകൾ പിടിച്ചു വലിച്ച് നിലവറയിലേക്കുള്ള വാതിലിന്റെ നേർക്ക് നടന്നു. ലോക്കുകൾ തുറന്ന് അവൾ ആദ്യം അതിലേക്ക് ഇറങ്ങി. പിറകെ ആ സ്ത്രീയെയും വലിച്ചഴിച്ച് കൊണ്ടുപോയി. ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടില്ലാത്തവർ അപ്പോഴും വേദന കൊണ്ട് നിരങ്ങുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കേക്ക് ഷോപ്പിൽ ഇപ്പോൾ നല്ല തിരക്കാണ്, കല്യാണ സീസണാണ്. മഴക്കാലം തുടങ്ങുമ്പോഴൊന്ന് കുറയും. എന്നാലും ബർത്ത്ഡേ മറ്റു പ്രോഗ്രാമുകൾ എന്നിവയ്ക്കായിട്ട് അത്യാവശ്യം തിരക്കുണ്ടാവും. സ്വീറ്റ് കേക്ക് ഷോപ്പിന്റെ പരസ്യങ്ങളൊന്നും എവിടെയും ചെയ്തിട്ടില്ലെങ്കിലും കസ്റ്റമേഴ്സ് വഴി തന്നെയാണ് പരസ്യങ്ങൾ പോകുന്നത്. ഒരു ഫംഗ്ഷനിൽ നിന്ന് കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയവർ പിന്നെ തങ്ങളുടെ ആവശ്യം വരുമ്പോൾ തെരഞ്ഞു പിടിച്ച് മേഘയുടെ കേക്ക് ഷോപ്പിലേക്ക് വരും. ഹസ്നി അന്ന് ഷോപ്പിലേക്ക് വന്നിരുന്നില്ല. കുറച്ച് കേക്കുകൾ ഐസിങ് ചെയ്തു വെച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റുന്ന നേരമാണ് ഗ്ലാസ് ഡോർ തുറന്ന് ആരോ അകത്തേക്ക് വരുന്ന മേഘ കണ്ടത്. കേക്കുകളുടെ മറവുകാരൻ ആളുടെ മുഖം കാണുന്നില്ല. ഫ്രിഡ്ജ് അടച്ചു വെച്ച് മേഘ പുറത്തേക്ക് വരുന്ന നേരമാണ് ആളെ കണ്ടത്. സിദ്ധാർത്ഥായിരുന്നു അത്. അത്ര നാളും കണ്ടപ്പോൾ സംസാരിക്കാനും നോക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അപ്പോൾ കണ്ടപ്പോൾ എന്തോ നാണവും ചമ്മലും ഒക്കെ തോന്നി. എന്നാലൊരു വിളറിയ പുഞ്ചിരി പരസ്പരം അവർ കൈമാറി. മറ്റേ ചേച്ചിയില്ലേ, എന്ത് സംസാരിച്ചു തുടങ്ങണമെന്ന് അറിയാതെ എന്തെങ്കിലും ചോദിക്കണമെന്ന് കരുതി മേഘയുടെ സിദ്ധാർത്ഥ അസ്നയെ തിരക്കി. അസ്നയത്തിന്ന് വന്നിട്ടില്ല, എന്തോ ഫാമിലി ഫംഗ്ഷൻ, ഇത്തേ കാണേണ്ടതിൽ ആവശ്യമുണ്ടോ? പതിഞ്ഞ സ്വരത്തിൽ മേഘ പറയുന്ന സിദ്ധാർത്ഥ കൗതുകത്തോടെ നോക്കി നിന്നു. ആളുടെ ചോദ്യം കേട്ടപ്പോൾ ചിരിയും. എനിക്കെന്താ ആവശ്യം, ഞാൻ മേഘയെ കാണാൻ വേണ്ടി വന്നാ. ഒരു കള്ളച്ചിരിയോടെ സിദ്ധാർത്ഥ പറഞ്ഞപ്പോൾ മേഘ തലതാഴ്ത്തി നിന്നു. അത് നേരത്തെ തന്നെ മനസ്സിലായ കാര്യമാണെങ്കിലും അവന്റെ വായിൽ നിന്ന് അത് കേട്ടപ്പോൾ അവൾക്ക് നാണം തോന്നി. ഇരിക്കി. കൗണ്ടർ ടേബിളിന്റെ അടുത്തുള്ള കസേര അവന്റെ നേരെ നീക്കിയിട്ട് കൊടുത്തുകൊണ്ട് മേഘ കൗണ്ടർ ടേബിളിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി നിന്നു. ചേട്ടനെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഞാനും വിചാരിച്ചിരുന്നു. ചുരിദാറിന്റെ ഷോള് വിരൽ ചുറ്റി മെല്ലെ അയച്ചു മുറിക്കുകയും പരിഭ്രമത്തോടെ മേഘ പറഞ്ഞു. അതെന്തിനാ? സിദ്ധാർത്ഥ പുഞ്ചിരിയോടെ ചോദിക്കുമ്പോഴും അവൾ പരിഭ്രമിച്ച് മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്ത്. മേഘ പറഞ്ഞോളൂ, ഇവിടെ പാറില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പേടിക്കണ്ട, എന്ത് കാര്യങ്ങളും പറഞ്ഞോളൂ. അന്ന് എല്ലാവരും ഉള്ള കാരണം അച്ഛൻ ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലെന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് സമയം അവർ തന്നാലും നമുക്ക് ഓപ്പണായി സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഈ കല്യാണത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എന്തായാലും മേഘ തുറന്നു പറഞ്ഞോളൂ. എനിക്ക് ചേട്ടനോട് മുമ്പ് ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നല്ലോ, കല്യാണം വരെ എത്തിയ ഒരു ബന്ധം ഒഴിഞ്ഞു പോയെന്ന്. ഓവ് പറഞ്ഞിരുന്നു. ആ ടെൻഷനിൽ റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കാതെ ക്രോസ് ചെയ്തെന്നും പറഞ്ഞിരുന്നു. ആ അതെ,
അപ്പച്ചിയുടെ മോനായിരുന്നു ആള്. ചെറുതിലെ പറഞ്ഞു വെച്ചായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള വിവാഹം. ജീവൻ എന്നായിരുന്നു പേര്. ആള് ഗൾഫിൽ പോകുന്നവരെ, അതായത് 2 കൊല്ലം പേര് ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് നാളൊക്കെ എന്നെ വിളിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യായിരുന്നു. പിന്നെ അതൊക്കെ പതിയെ കുറഞ്ഞു വന്നു. അവിടുത്തെ ജോലി തിരക്കൊക്കെ ആവുന്ന രീതിയിൽ ഞാനത്ര ബുദ്ധിമുട്ടിക്കാനൊന്നും പോയില്ല. പിന്നെ ഇപ്പം അടുത്തിടെയാണ് നാട്ടിലേക്ക് വന്നത്. നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങളുടെ കല്യാണം ഉണ്ടാവും നേരത്തെ എന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നിട്ടും കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആ ഒരു പിടിയരാതെ ഒഴിഞ്ഞു മാറുന്നു. പിന്നെയാണ് പറഞ്ഞ് അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിക്ക് ഞങ്ങൾ പോരത്രേ. മേഘ പറയുന്ന സിദ്ധാർത്ഥ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആളുടെ മുഖത്ത് ഇപ്പോഴും ആ കാര്യം പറയുമ്പോൾ സങ്കടം പരക്കുന്നവൻ കണ്ടു. പിന്നെ ചേട്ടാ, എതിർപ്പൊന്നുമില്ല. അയാളോട് എനിക്കിപ്പോൾ ഇഷ്ടമൊന്നുമില്ല, അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ കുട്ടിക്കാലം തൊട്ട് മനസ്സിലൊരു കാര്യമായതിനാൽ പെട്ടെന്ന് വേറെ ജീവിതത്തിൽ കിടക്കുക ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും നോക്കണമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞായിരുന്നു. പക്ഷേ ഇക്കാര്യം വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത ഉത്സാഹം. അവരുടെ സന്തോഷം കളയേണ്ടതിന് ഞാനൊന്നും മിണ്ടിയില്ല. ഇതായിരുന്നു എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു. സാറില്ല മേഘ, ഏകദേശം ഇതുപോലെ തന്നെയാണ് എൻ്റെ കഥയും. വൈദികമായിട്ട് ചെറുപ്പത്തിലെ പറഞ്ഞു വെച്ചായിരുന്നു ഞങ്ങളുടെ ബന്ധവും. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, അതുവരെ ഇല്ലാത്തൊരു ജാതകയോടുന്ന പൊട്ടിപ്പുറപ്പെട്ട് വീണു. അവൾക്ക് കല്യാണത്തിന് തീരെ സമ്മതമില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.